നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട നാളെ എനിക്ക് സുഖമായി ജീവിക്കാമെന്നാണ്. പക്ഷേ ആ നാളെ പലപ്പോഴും വരാറില്ല. നമ്മുടെ സമൂഹം നമ്മളെ ഒരു കളി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കളിയുടെ പേരാണ് മോർ. കൂടുതൽ ശമ്പളം, വലിയ വീട്, പുതിയ കാറ്, കൂടിയ ബാങ്ക് ബാലൻസ്, ഇതിനെയാണ് പൊതുവെ വിജയമെന്ന് നമ്മുടെ സമൂഹം വിളിക്കുന്നത്. നിങ്ങൾ വിജയിച്ചു എന്ന് കരുതുന്ന പലരും, ഞാൻ പറയുന്നു പലരും, യഥാർത്ഥത്തിൽ സന്തോഷവാന്മാരാണോ എന്ന് നമുക്കറിയില്ല. പകരം പണമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം ആരോഗ്യവും സമാധാനവും ബന്ധവുമൊക്കെ ബലി കഴിപ്പിച്ചവരാണോ സത്യത്തിൽ സക്സസ് ആണെന്ന് നമ്മൾ കരുതുന്നത്? എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന പോയിന്റ്സിൻ്റെ പ്രധാനപ്പെട്ട റെഫറൻസ് എന്ന് പറയുന്നത് സഹിൽ ബ്ലൂമിൻ്റെ ദ 5 Types of Wealth, ദ ട്രാൻസ്ഫോർമേറ്റീവ് ഗൈഡ് ടു ഡിസൈൻ യുവർ ഡ്രീം ലൈഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ട്. ഇത് കുറച്ചധികം പേജുകളുണ്ട്. ഓടിച്ച് വായിച്ചൊരു വീഡിയോ ചെയ്യുക എന്നതിനപ്പുറം ഈ പുസ്തകം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സഹിൽ ബ്ലൂമിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വി ആർ ലുക്കിംഗ് അറ്റ് ദ റോങ് സ്കോർ ബോർഡ്. അതായത് നമ്മൾ ജീവിതത്തെ അളക്കുന്ന സ്കെയിൽ ചിലപ്പോൾ തെറ്റാണെങ്കിലോ, പണം അഥവാ ഫിനാൻഷ്യൽ വെൽത്തിനെയാണ് ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സമ്പത്തായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് അത് മാത്രമാണ് സമ്പത്ത്. അതുകൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റും. പണമുണ്ടെങ്കിൽ ബാക്കി എല്ലാ സമ്പത്തും പണത്തിൻ്റെ സബ് കാറ്റഗറിയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. സത്യത്തിൽ അങ്ങനെയാണോ? പണം എന്ന് പറയുന്നത് മറ്റു പല പ്രധാനപ്പെട്ട സമ്പത്തുകളിലും ഒന്ന് മാത്രമാണ്, വെറും ഒന്ന് മാത്രം. ഇന്നത്തെ വീഡിയോയിൽ പണത്തിനപ്പുറം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന മറ്റ് പ്രധാനപ്പെട്ട 4 സമ്പത്തുകളെക്കുറിച്ച്, വെൽത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ജിതിൻ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഞാനിത് എന്തിനു കേൾക്കണം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ നമ്മുടെ അറ്റൻഷൻ നഷ്ടപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാറില്ല. കൂടുതൽ കോമ്പീറ്റ് ചെയ്ത് നേടാൻ കഴിയുന്നത് പണമാണ് എന്നുള്ളത് കൊണ്ടും പണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ധാരണയുള്ളത് കൊണ്ടും നമ്മൾ അതിനെ മാത്രം സമ്പത്തായിട്ട് കാണുന്ന ഒരു ആയിട്ടുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന പ്രശ്നമാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ തീരുമ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് മാറി മറിയും. പക്ഷേ അത് എത്ര കാലം നിലനിൽക്കുമെന്നോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു നല്ല ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. അത് കുറേ കാലം നിലനിർത്താൻ പറ്റിയാൽ, ഈ വീഡിയോ ചെയ്യുന്ന ഞാനുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായാൽ അത്രയും നല്ലതാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഡീപ്പ് ഇൻ ടു ഇറ്റ്. ആദ്യത്തെ സമ്പത്ത് നിങ്ങൾ ഊഹിച്ചത് തന്നെയാണ്, ടൈം വെൽത്ത്. നമ്മൾ പലപ്പോഴും പറയുന്നത് ടൈം ഈസ് മണി എന്നാണ്. പക്ഷെ തെറ്റാണ്. ടൈം ഈസ് നോട്ട് മണി, ടൈം ഈസ് ലൈഫ്. പണം തിരിച്ചു പോയാൽ തിരിച്ചു പിടിക്കാടോ, പക്ഷേ സമയം പോയാൽ അത് പോയതാണ്. ഇവിടെ ടൈം വെൽത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ സമയം കിട്ടുക എന്നതല്ല. ഇതിനെ ടൈം ഏജൻസി എന്നാണ് ഈ പുസ്തകത്തിൽ സഹിൽ ബ്ലൂം വിളിക്കുന്നത്. അതായത് എൻ്റെ സമയം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക്, എനിക്കിഷ്ടമുള്ള ആളുകളോടൊപ്പം, എനിക്കിഷ്ടമുള്ളപ്പോൾ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് പലർക്കും പലതാ. ഞാനീ പറഞ്ഞ ഡെഫിനിഷൻ വളരെ വലുതാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലാണ് ഫീൽ ചെയ്യുക, നിങ്ങൾ ഓരോ രീതിയിലാണ് ഉപയോഗപ്രദമാക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് കോടികൾ ശമ്പളമുള്ളൊരു ജോലിയുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങൾ ഓഫീസിലാണ്. മുൻപ് നിങ്ങളിങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ അത്യാവശ്യം പണം ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം ഫ്രണ്ട്സിനോടൊപ്പവും ട്രിപ്പ് പോകാനും ഒക്കെ നിങ്ങൾ ചിലവഴിക്കും, സിനിമയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ കോടിക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് കുറച്ച് കാലം ഓഫീസിൽ പോയി മാക്സിമം പണം ഉണ്ടാക്കിയിട്ട് പിന്നെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ലൈഫ് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ വിചാരിക്കും. സത്യത്തിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ സ്കൂൾ ആനുവൽ ഡേക്ക് പോകാനോ പാരൻസിനോടൊപ്പം സ്പെൻഡ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് പനിയുള്ളപ്പോൾ പോലും ലീവ് എടുക്കാൻ പേടിയാണ്. എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ സാമ്പത്തികമായി സമ്പന്നനാണ്, പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരമദരിദ്രരാണ്. ടൈം പൂർന്ന് വിളിക്കാം. നേരെ തിരിച്ച് ഒരു സാധാരണ ശമ്പളമേ ഉള്ളൂവെങ്കിലും, ഈ സാധാരണ ശമ്പളം എന്ന് പറയുന്നത് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. സാധാരണ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മൾ പട്ടിണി കൂടാഞ്ഞിട്ട് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന, അധികം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ശമ്പളം. അങ്ങനെ ഒരു ശമ്പളമേ ഉള്ളൂ എങ്കിലും വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കാനും ഇഷ്ടമുള്ള പുസ്തകം വായിക്കാനും നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ യു ആർ എ ടൈം ബില്യണയർ. ഈ പുസ്തകത്തിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു കണക്കുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നാം, എങ്കിലും ഞാൻ പറയും. പക്ഷേ ഇതൊരു റിയാലിറ്റി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും കുറിച്ച് സങ്കല്പിക്കുക. സപ്പോസ് മാതാപിതാക്കൾ ഇപ്പോൾ അവർക്ക് 60 വയസ്സുണ്ട്, മേ ബി അതിൽ കൂടുതലുണ്ട്, ചിലപ്പോൾ കുറവായിരിക്കാം, ഒരു ആവറേജ് 60 വയസ്സുണ്ട്. നിങ്ങൾ ജോലി ആവശ്യത്തിന് വേണ്ടിയോ ഫാമിലി ആയിട്ടോ ഒക്കെ വേറെ നഗരത്തിലാണെന്ന് വിചാരിക്കുക. വർഷത്തിൽ 2 തവണ, അതായത് ഓണത്തിനോ ക്രിസ്മസിനോ മാത്രമാണ് നിങ്ങൾ നാട്ടിൽ പോയി അവരെ കാണുന്നത് എന്നും സങ്കല്പിക്കുക. ഒരു 80 വയസ്സ് വരെ നമ്മുടെ പാരൻസ് ജീവിച്ചിരിക്കുമെങ്കിൽ ബാക്കിയുള്ള 20 വർഷത്തിൽ 2 തവണ വെച്ച് മാക്സിമം 40 തവണയാണ് നമുക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കഴിയുക. വെറും 40 തവണ.
അല്പം ഹാർഡാണ്. ഇത് സംസാരിക്കുമ്പോൾ എനിക്കും അല്പം വിഷമമുണ്ട്. പക്ഷേ ആ റിയാലിറ്റി, ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അതിനൊരിക്കലും ഒരു തട്ടിക്കൂട്ടിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. എണ്ണി ചെയ്യുന്നൊരു കാര്യം, അതാണ് നമ്മുടെ ലൈഫ്. ഈ 40 ദിവസങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾ ഫോണിൽ നോക്കിയിരിക്കാനാണോ പോകുന്നത്, അതോ അവരോട് സംസാരിക്കാനായിരിക്കുമോ ചിലവഴിക്കുക? നമ്മൾ പണം സമ്പാദിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്പെൻഡ് ചെയ്യാനുള്ള, നമ്മുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളോട് സ്പെൻഡ് ചെയ്യാനുള്ള, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ ആംപ്ലിഫൈ ചെയ്യുന്ന, നമുക്ക് ജീവിതത്തിൽ വളരെ പരിമിതമായിട്ട് കിട്ടുന്ന, എന്നാൽ ഒരാൾ അനുഭവിച്ചിരിക്കേണ്ട പല കാര്യങ്ങളാണ്. ടൈം വെൽത്ത് എന്ന് പറയുന്നത് ഈ തിരിച്ചറിവാണ്. രണ്ടാമത്തെ സമ്പത്ത് എന്ന് പറയുന്നത് സോഷ്യൽ വെൽത്താണ്. സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം അല്ല സോഷ്യൽ വെൽത്ത്. ഇന്നത്തെ കാലത്ത് നമുക്ക് കണക്ഷൻസ് ഉണ്ട്, പക്ഷേ റിലേഷൻഷിപ്സ് ഇല്ല. നമുക്ക് ലിങ്ക്ഡിനിൽ 500 കണക്ഷൻ ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ 5000 ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷേ രാത്രി 3 മണിക്ക് നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം വന്നാൽ, രണ്ടാമതൊന്നും ആലോചിക്കാതെ വിളിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ ലിസ്റ്റിൽ? ആ സംഖ്യയാണ് നിങ്ങളുടെ സോഷ്യൽ വെൽത്ത് എന്ന് ഞാൻ പറയും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പഠനമുണ്ട്, ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൾട്ട് ഡെവലപ്മെൻറ്റ്. 80 വർഷത്തോളം അവർ ഒരുപാട് മനുഷ്യരെ പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. 80-ാമത്തെ വയസ്സിൽ ഒരാൾ എത്രത്തോളം ആരോഗ്യവാനായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് 50-ാമത്തെ വയസ്സിൽ അവർക്കുണ്ടായിരുന്ന കൊളസ്ട്രോൾ ലെവലോ ബാങ്ക് ബാലൻസോ മാത്രമല്ല, മറിച്ച് അവർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഗുണനിലവാരമാണ്, ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പാണ്. ഒറ്റപ്പെടൽ അഥവാ ലോൺലിനെസ് എന്നത് ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ തുല്യമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് ഞാനിവിടെ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കാൻ സമയം കണ്ടെത്തുന്നതോ, സുഹൃത്തുക്കളുടെ വിവാഹത്തിന് പോകുന്നതോ, അവരെ വിളിച്ച് സംസാരിക്കുന്നതോ ഒന്നും സമയം കളയലല്ല, അത് നിങ്ങളുടെ ആയുസ് കൂട്ടാനാണെന്ന് പറയാം. നിങ്ങളുടെ സർക്കിൾ ചെറുതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ആഴമുള്ളതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഡീപ്പ് റിലേഷൻഷിപ്പ്. അതാണ് സോഷ്യൽ വെൽത്ത്. മൂന്നാമത്തേതാണ് മെൻ്റൽ വെൽത്ത്, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് വളരെ വലിയ വിഷയമാണ്. ഇതിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല, പക്ഷേ നമ്മുടെ ഈ ബ്രെയിൻ റോട്ട് കാലഘട്ടത്തിൽ ഈ വിഷയം വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ, ഒരു റീൽസിൽ നിന്ന് അടുത്ത റീൽസിലേക്ക്, ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് അടുത്തതിലേക്ക്. നമുക്ക് ബോറടിക്കാൻ പേടിയാണ്. എപ്പോഴാണ് അവസാനമായി നിങ്ങൾ ഫോണില്ലാതെ വെറുതെ ഇരുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സഹിൽ ബ്ലൂം ഇതിനെ വിളിക്കുന്നത് ദ മെൻ്റൽ ഗാർഡനിങ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ബില്യണിയർ ആയിരുന്ന ജോൺ ഡി റോക്ക്ഫെല്ലർ തൻ്റെ തിരക്കുകൾക്കിടയിലും ദിവസവും തോട്ടത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്ന് പറയുമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ ഞാൻ എടുത്തത് ബോർഡ് റൂമിൽ വച്ചല്ല, ഈ നടത്തത്തിനിടയിലാണ് എന്ന്. നമുക്ക് ഇൻഫോർമേഷൻ ഉണ്ട്, പക്ഷേ വിസ്ഡം ഇല്ല, അതായത് ജ്ഞാനം ഇല്ല. വിവരങ്ങൾ തലയിൽ കുത്തി നിറയ്ക്കുന്നതല്ല മെൻ്റൽ വെൽത്ത്. കിട്ടുന്ന വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യാനും അതിൽ നിന്ന് വ്യക്തമായ തീരുമാനങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യാനുമുള്ള കഴിവ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഓഫ് തോട്ടാണിത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ദിവസവും കുറച്ച് സമയം ഓഫ്ലൈൻ ആവുക, ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്ന് മോചിതരാവുക. അപ്പോൾ ഈ മെൻ്റൽ വെൽത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നുകൊണ്ടൊരു ഹാബിറ്റ് ട്രാക്കിംഗ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും, ചെറിയൊരു ഫോക്കസ് ഗ്രൂപ്പിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ഡെയിലി ടാസ്കുകളും എല്ലാ ദിവസവും അവരുടെ അപ്ഡേറ്റുകൾ പേഴ്സണലായിട്ട് കിട്ടുന്ന രീതിയിൽ അവരുമായിട്ട് സംസാരിക്കാനും, അവരുടെ അപ്ഡേറ്റുകൾക്ക് അവരുടെ ഒപ്പീനിയൻസ് അറിയാനും, നമുക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു സജഷൻസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ മൈക്രോ ഹാബിറ്റുകൾ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ വലിയൊരു ബാക്ക് പാക്ക് അഴിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കും. സോ ലൈറ്റർ ബാക്ക് പാക്ക് എന്നുള്ള പേരിലാണ് ഞങ്ങളത് തുടങ്ങിയത്. അതിനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് മോഡറേറ്ററായിട്ട് ഇരിക്കുകയും ഒരു 10-50 പേരുമായിട്ട് ചേർന്ന് നമ്മൾ വാട്സപ്പിൽ ഇത്തരത്തിലൊരു ഹാബിറ്റ് ട്രാക്കിംഗ് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് പേര്, ഏകദേശം 50-35-38ഓളം പേർക്ക് ഈ ഒരു കാര്യം ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഇതിനകത്തുള്ള ഓരോ ടാസ്കുകളും, അത് രാവിലെ ഞാനിടുന്ന എൻ്റെ റീൽ വീഡിയോ, അതിനകത്തുള്ള ടാസ്ക്, രാത്രി ഒരു 10-11 മണിക്ക് മുമ്പ് എല്ലാവരും ഇതിൻ്റെ റിപ്ലൈ അയക്കും. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ പറഞ്ഞ മാറ്റങ്ങൾ അത് ഞാൻ ടെസ്റ്റിമോണിയലായിട്ട് ഞാനൊരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരെല്ലാവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ താങ്ക്സ്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീമിന് കുറച്ചധികം പേർക്ക് ഇങ്ങനെയുള്ളൊരു ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്തു കൊടുക്കാനും അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനും അതിലൂടെ നമുക്ക് സ്വയം ഇമ്പ്രൂവ് ആകാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഹാബിറ്റ് ട്രാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആകാനും ചെറിയൊരു മെമ്പർഷിപ്പ് ഫീസിൽ നിങ്ങൾക്ക് കുറച്ച് നാളധികം നമ്മുടെ സപ്പോർട്ടോടുകൂടി കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ലിങ്കിൽ കയറിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോരാം. 4-ാമത്തെ വെൽത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫിസിക്കൽ വെൽത്താണ്. ഞാനിത് എപ്പോൾ പറയുന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്. ഫിസിക്കൽ വെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, 6 പാക്ക് ഉണ്ടാക്കുന്ന കാര്യം അല്ല.
നിങ്ങളുടെ ശരീരം നിങ്ങൾ താമസിക്കുന്ന വീടാണെന്നുള്ള മനസ്സിലാക്കലാണ്. ആ വീട് തകർന്നു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ എന്ത് ഫർണിച്ചർ വാങ്ങിയിട്ടും കാര്യമില്ല. സഹിൽ ബ്ലൂം ഇതിനെ ഒരു വീഡിയോ ഗെയിം പോലെയാണ് കാണുന്നത്. ലെവൽ 1 രോഗങ്ങളില്ലാത്ത അവസ്ഥ. ലെവൽ 2 എന്ത് ചെയ്യാനും ഊർജ്ജമുള്ള അവസ്ഥ. ലെവൽ 3 പ്രായമാകുമ്പോഴും മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രമാണ്. പക്ഷെ ഓർക്കുക, എ ഹെൽത്തി മാൻ വാണ്ട്സ് 1,000 തിങ്സ്, എ സിക്ക് മാൻ ഓൺലി വാണ്ട്സ് 1. അതായത് ആരോഗ്യമുള്ളവൻ 1000 ആഗ്രഹങ്ങൾ ഉണ്ടാവും, രോഗിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അസുഖം മാറണമെന്ന്. നിങ്ങൾ കോടികൾ ഉണ്ടാക്കിയെന്ന് വെക്കുക, പക്ഷേ അത് അനുഭവിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോലും നിങ്ങൾക്ക് വയ്യെങ്കിൽ പണത്തിന് എന്ത് മൂല്യമുള്ളത്? എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്നത് ശരീരം നന്നാക്കാനുള്ളത് മാത്രമല്ല, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അത്യാവശ്യമാണ്. ഒരൊറ്റ മരുന്നിന് നമ്മുടെ ആരോഗ്യത്തെ ഫുള്ള് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് മെഡിസിൻ രംഗത്ത് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മരുന്നായിട്ട് അത് മാറും. മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെ പലരും, ഇപ്പോൾ ബിൽ ഗേറ്റ്സും എലൺ മസ്കും ഉൾപ്പെടെ അല്ലെങ്കിൽ ജെഫ് ബെസോസും ഉൾപ്പെടെ പലരും കോടീശ്വരനായിട്ടും അവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള ആരോഗ്യം കുറേ കാലം നിലനിർത്തിക്കൊണ്ട് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള സപ്പോർട്ടായിട്ടായിരിക്കും. അവസാനത്തേതായിട്ടുള്ളൊരു സമ്പത്താണ് ഫിനാൻഷ്യൽ വെൽത്ത്. നമ്മൾ ഫിനാൻഷ്യൽ വെൽത്ത് അല്ല വലുത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും അതിനെക്കുറിച്ച് പറയാതെ നിർത്താൻ കഴിയില്ലല്ലോ. പണം അത്യാവശ്യമാണ്, പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെയാണ് ഒരു തെറ്റിദ്ധാരണ. എത്ര പണം വേണം? ഭൂരിഭാഗം പേർക്കും ഇതിനൊരു ഉത്തരവില്ല. അവർ പറയും മോർ, ഇപ്പോൾ കിട്ടിയതിൻ്റെ കൂടുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ കൂടുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കിട്ടിയ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ വരുമാനത്തേക്കാൾ കൂടുതൽ, കുറച്ചുകൂടി വേണം. ഇതിനെയാണ് ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത്. എന്നെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പണ്ട് ഞാൻ എത്ര ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നുവോ അല്ലെങ്കിൽ എത്ര പൈസ ബിസിനസ്സിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഞാൻ പലപ്പോഴും ശ്രമിക്കുക. അതിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻ്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടിന് നമ്മൾ ഉണ്ടാക്കിയൊരു ലൈഫുണ്ട്. അതിൽ ലോണുകൾ ഉണ്ടാവാം, അടവുകൾ, പലതരത്തിലുള്ള റെൻറ്റുകൾ ഉണ്ടാവാം, നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ EMI ഉണ്ടാവാം, നമ്മുടെ ജീവിത നിലവാരം മാറിയിട്ടുണ്ടാവും, നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ്, ഓർണമെൻറ്റ്സ്, വസ്ത്രം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും സ്റ്റാൻഡേർഡും ചിലവും കൂടിയിട്ടുണ്ടാവും. സോ നിങ്ങളുടെ ശമ്പളം 20,000 രൂപയായിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു 50,000 ആയാൽ സെറ്റ്. 50,000 ആയപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു കാർ വാങ്ങിയിട്ടുണ്ടാവും, അതോടെ ലോൺ കൂടി. ഇപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം വേണം ഒരു മാസം. ഇതൊരു ഓട്ടമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഓട്ടം. സഹിൽ ബ്ലൂം നിർദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇനഫ്, മതിയാവോളം. സ്വീഡിഷ് ഭാഷയിൽ ഇതിനെ ലാഗം എന്ന് പറയും. നോട്ട് ടു ലിറ്റിൽ, നോട്ട് ടു മച്ച്, ജസ്റ്റ് റൈറ്റ്. അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഡംബര കാറുകൾ വാങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല, മറിച്ച് എനിക്ക് പണത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കാതെ ജീവിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ നീഡ്സ്, ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വേഗത്തിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിച്ചേരാം. പണം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാകരുത്. ഞാൻ അതിനു മുമ്പ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 4 സമ്പത്ത്, അതായത് സമയം, ആരോഗ്യം, ബന്ധം, മനസ്സ്, ഇതൊക്കെ നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ് പണം എന്ന് വിശ്വസിക്കുക. ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു കാര്യം, ജിതിൻ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന്. അതിനായിട്ട് ഈ പുസ്തകം തരുന്ന ഒരു ടൂളാണ് ദ ലൈഫ് റേസർ. നമ്മൾ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് ഈ പറയുന്ന 5 സമ്പത്തുകളെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു, ശമ്പളം ഇരട്ടിയുണ്ട്, പക്ഷേ അതിനു വേണ്ടി നിങ്ങൾ ദിവസവും 4 മണിക്കൂർ യാത്ര ചെയ്യണം, 2 മണിക്കൂർ അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട്. ശനിയും ഞായറും അവധിയില്ല. സാധാരണ രീതിയിൽ നമ്മൾ പണം മാത്രം നോക്കി അത് സ്വീകരിക്കും. പക്ഷേ ലൈഫ് റേസർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫിനാൻഷ്യൽ വെൽത്ത് കൂടും, ദാറ്റ് ഈസ് പ്ലസ്. ടൈം വെൽത്ത് കുറയും, കാരണം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, ശനിയും ഞായറും ഫ്രീ കിട്ടുന്നില്ല. സോഷ്യൽ വെൽത്തിൻ്റെ കാര്യത്തിലോ വീട്ടുകാരുമായിട്ട് ചിലവഴിക്കാൻ സമയമില്ല. ഫിസിക്കൽ വെൽത്തോ, ഈ എക്സസീവ് യാത്രയുടെ സ്ട്രെസ്സ് കാരണം ആരോഗ്യം മോശമാവും. ഇപ്പോൾ ചിന്തിച്ചേ, ആ പ്രൊമോഷൻ യഥാർത്ഥത്തിൽ ലാഭമാണോ നഷ്ടമാണോ? ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം മാറും. പലരും പറയാറുണ്ട്, നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം ആശയങ്ങളും പുസ്തകങ്ങളും ഒക്കെ തന്നെ പ്രാക്ടിക്കലാകാനുള്ള സാധ്യത കുറവാണെന്ന്. പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ സംഹൗ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുന്നുണ്ട്, ഇത് സാധിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, നിങ്ങൾക്കും പറ്റും. ഇത് അതേപടി ഒരു അമേരിക്കൻ പാശ്ചാത്യ ലോകത്ത് നടപ്പിലാകുന്ന കാര്യമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. മറ്റൊരു ടെക്നിക്കാണ് ആൻറ്റി ഗോൾസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യും, എനിക്കൊരു വീട് വെക്കണം, എനിക്ക് മാനേജർ ആകണം. പകരം എന്ത് സംഭവിക്കരുത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് 40 വയസ്സിൽ ഷുഗറും കൊളസ്ട്രോളും വരരുത്,
എൻ്റെ കുട്ടികൾ വളരുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും തിരക്കായിരുന്നു, അവർക്ക് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലായിരുന്നു എന്നവർ പറയരുത്. എനിക്ക് സ്ട്രെസ്സ് കാരണം ഉറക്കമില്ലാത്ത രാത്രി ഉണ്ടാവരുത്. ഇവയാണ് നിങ്ങളുടെ ആൻറ്റി ഗോൾസ്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കരുത് എന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചു നോക്കൂ. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പണിയും അത് എത്ര പണം തന്നാലും സ്വീകരിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. എനിക്കിതിൽ കൂടുതൽ നന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുമെന്നറിയില്ല. യഥാർത്ഥ സമ്പത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സമ്പത്ത്. വിശന്നാൽ നല്ല ഭക്ഷണം കഴിക്കാനും വേദനയില്ലാതെ നടക്കാനും പറ്റുന്ന ശരീരമാണ് സമ്പത്ത്. നമ്മുടെ വിജയത്തിനായി ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന, വീഴ്ചയിൽ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് സമ്പത്ത്. പക്ഷെ നമ്മൾ തിരിച്ചും അങ്ങോട്ടായിരിക്കണം, ഇങ്ങോട്ട് മാത്രം പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നന്നായി ജീവിച്ചു എന്ന തോന്നലാണ് സമ്പത്ത്. പണം ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു ഇന്ധനം മാത്രമാണ്. നിങ്ങൾ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രം വണ്ടി ഓടിക്കരുത്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ജിതിൻ പല കാര്യങ്ങളും ചെയ്യുന്നില്ല, യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, കോഴ്സിൽ ചെയ്യുന്നു, ചില പ്രൊമോഷൻസ് ചെയ്യുന്നു. അതെ, ഞാനിതെല്ലാം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സമ്പത്ത് ഞാനൊരു അമിത ലാഭം എടുക്കാനോ ഒരുപാട് പണം ഉണ്ടാക്കി കോടീശ്വരനാവാനോ ഒന്നും ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എത്രത്തോളമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുക എന്ന്. പക്ഷേ ആക്ച്വലി അതിനേക്കാളേറെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ കിട്ടുന്ന പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും പുസ്തകം വായിക്കുന്നതും പല ടൂൾസുകൾ ചാർജ് ചെയ്യുന്നതും ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ടൂൾസൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റും വ്യൂസും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതിനിടയിൽ എനിക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അത് സമയത്തിൻ്റെ കാര്യത്തിലായാലും ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും എനിക്ക് ഡെയിലി ജിമ്മിൽ പോകാനുള്ള ടൈം കിട്ടുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെ തന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞാൽ, ഇതെല്ലാം ഇങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കാൻ കഴിയുന്നൊരു ഫീൽഡിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് കൂടി ഗുണമുണ്ടാകുമെന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രം വണ്ടി ഓടിക്കരുത്, യാത്ര ആസ്വദിക്കാൻ വേണ്ടി ഓടിക്കുക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കുക. ഏത് സമ്പത്താണ് നിങ്ങൾക്ക് കുറവെന്ന് നോക്കുക. അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നികത്താൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെറിയ മാറ്റം വരുത്താൻ കഴിയുമെന്ന് ആലോചിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. എൻ്റെ പേര് ജിതിൻ രാജ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില കോഴ്സുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള jrstudio.com പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിനേക്കാളേറെ കൂടുതൽ അറിവുകൾ കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഫോം താഴെ ലിങ്കിലുണ്ട്. ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം പൂരിപ്പിക്കുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഹാവിങ് മീ. ബൈ.